ഹലോ ഗൈസ്, നമ്മുടെ ഷീരൂർ കുന്നുകൾ ഇടിഞ്ഞു വീഴുന്ന അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത്, കോഴിക്കോട് സ്വദേശി, മണ്ണിൻ്റെ അടിയിലായിട്ട് ഇന്നേക്ക് 9 ദിവസം കഴിയുകയാണ്. ഇന്ന് നൈറ്റ് അവിടെ തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ NDRന് അതിൻ്റേതായ തലപ്പത്ത് നിന്നുള്ള ഓർഡറിനെ പരിഗണിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് അവർ നടത്തുന്നു. അതിനോടൊപ്പം തന്നെയാണ് അവിടെയും കിടക്കുന്ന ഒരു ജീവനാണ് എന്ന് ഇപ്പോഴും കരുതലില്ല. അവിടുത്തെ MLA അല്ലെങ്കിൽ മന്ത്രിമാർ ഇല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടങ്ങൾ പറഞ്ഞത് ഇന്ന് രാത്രിയും തിരച്ചിൽ 11 മണി വരെ നടത്തും എന്നാണ്. ഇപ്പം തന്നെ ഒതുക്കി വാരി കൂട്ടി എല്ലാവരും പോയി. ഈ അപ്പം വാക്ക് മാറ്റുന്നത് എല്ലാവർക്കും കൂടപ്പിറപ്പായിട്ടുള്ള കാര്യമാണോ? അറിഞ്ഞൂടാത്തതുകൊണ്ട് കേൾക്കുകയാണ്. പിന്നെ ഈ അർജുൻ്റെ കുടുംബം എന്ത് തരം വിഷമത്തിലായിരിക്കും? അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്നാണ് പിന്നെയും ഞാൻ ചോദിക്കാനുള്ളത്. ഇന്നത്തെ തെരച്ചിലിൽ അവിടെ ലോക സാന്നിധ്യം ഉണ്ടായി, ലോറിയുടെ കയർ കണ്ടു എന്നോ അല്ലെങ്കിൽ ലോറിയിൽ കെട്ടിയിരിക്കുന്ന തടിയുടെ കയർ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇന്ന് രാത്രി രക്ഷാപ്രവർത്തനം നടത്തിയില്ല? അപ്പോഴും ജീവന് യാതൊരു പ്രാധാന്യവും ഇല്ല. അതാണ് സംഭവം. ഇന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ അവരെ കുടുംബക്കാരിത് കണ്ടെന്നറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ആശ്വാസം വന്നതായിരുന്നു. അതിനെ നിങ്ങൾ തല്ലി ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പറയുന്നത്, പാവപ്പെട്ടവന് ചോദിക്കാൻ ആരും കാണില്ല, പക്ഷേ പാവപ്പെട്ടവൻ്റെ കൂടെ എന്നും ദൈവം കാണും, ഓരോ ജനവും കാണും, ഓരോ ആൾക്കാരും കാണും. അത് നിങ്ങൾ മറക്കാതിരുന്ന സർക്കാരായാലും അടുത്ത വട്ടവും തുടർന്ന് ഭരിക്കാം. ആദ്യം ഒരു സ്ഥലത്ത് ജയിപ്പിച്ച് വിടുമ്പം അവരുടെ ജീവനും തന്നാണ് വിടുന്നത്. എന്തെങ്കിലും ആപത്ഘട്ടം വരുമ്പോൾ രക്ഷിക്കുവാനും അവർ ചെയ്യുമെന്ന് കരുതിയാണ് വിടുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വേറെ ഒന്നുമില്ല, അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ മറികടന്ന്, ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കണ്ടുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ച് കിടക്കുന്നതും ജീവിക്കുന്നതും? ഇത് കേരളത്തിലാണെങ്കിൽ നടക്കില്ല കേട്ടോ പിള്ളേ. മന്ത്രിമാരെയൊക്കെ എടുത്ത് പോകാനെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങൾ തകർത്തേനെ. ഇത് അവിടെ നല്ല ആൺകുട്ടികളില്ലാതെ ആയിപ്പോയി ആ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്ത്. എന്തായാലും നിങ്ങളാരെയും കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. നടക്കട്ടെ, രക്ഷാപ്രവർത്തനം നടക്കട്ടെ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക. ഇവിടെ ഓരോരുത്തരും നിരവധി ആൾക്കാർ, ഇന്ന് വരെ ന്യൂസ് ചാനലുകളിൽ കയറാത്ത ആൾക്കാർ, ഇന്ന് വരെ പത്രങ്ങൾ വായിക്കാത്ത ആൾക്കാർ, ഇന്ന് വരെ ന്യൂസ് ചാനൽ വീട്ടിലിരുന്ന് കാണാത്ത ആൾക്കാർ, അങ്ങനെ ഓൺലൈനുകളിൽ ന്യൂസുകൾ കാണാത്ത വ്യക്തികൾ എല്ലാവരും കണ്ണിൽ തിരിയിട്ടതുപോലെ, വിളക്കാളി കത്തുന്നത് പോലെ കാത്തിരിക്കുകയാണ്. ആ ഒരു എന്തെങ്കിലും ഇത്രയും ദിവസത്തെ സങ്കടവും ഇത്രയും ദിവസത്തെ കാത്തിരിപ്പും അർജുനെ കിട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റത്തിന് വേണ്ടി. അതിന് നാളെയെങ്കിലും 10-ാം ദിവസത്തിലെങ്കിലും മാറുമെന്ന് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ അത് സാധ്യമാകുമോ എന്നറിയില്ല. ഏകദേശം 20ഓളം അടി ആഴത്തിൽ, ഇല്ലെങ്കിൽ 20ഓളം അടി ആഴങ്ങളിൽ കിടക്കുകയാണ് വണ്ടി എന്ന് പറഞ്ഞ് ഇത്രയും സൂചകങ്ങൾ കിട്ടി. പിന്നെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ടവറിൻ്റെ ഒരിതുണ്ട്. ടവറും അതിനോടൊപ്പം തന്നെ ഇപ്പുറത്തൊരു മാർക്കിങ്, 2ാം മാർക്കിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം 30ഓളം മീറ്ററിന് ഇപ്പുറം. അപ്പം അതും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ ടവറാവാം. പക്ഷേ ലോറിയുടെ സാന്നിധ്യമെന്ന് ഉദ്ദേശിക്കാൻ കാരണം ഇത്രത്തോളം നീളമാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ലോറിയുടെ കണക്കിലുള്ള നീളത്തിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത് ഇപ്പുറത്തെ ടവറാവാം. ഇനിയിപ്പം എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ലോകം കണ്ടുപിടിച്ചിട്ടും അന്വേഷണം നടത്തി വെച്ചത് എന്തുകൊണ്ടും ശരിയാവാത്ത കാര്യമാണ്. അപ്പം നമുക്ക് നാളെയും ഇനിയും തുടരേണ്ടിയിരിക്കുന്നു ഈ ഒരു ന്യൂസുകൾ കാണുക. ഞാനും ലൈവുകൾ ഇപ്പോൾ ഇത്രയും നേരം ലൈവിൻ്റെ ഇടയിലായിരുന്നു. അവർ നിർത്തി അസ്തമിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു ഡ്രോണിൻ്റെ കാഴ്ചകൾ ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാനും ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് വന്നാലേ ഒരുത്തവൻ ഇപ്പോൾ എനിക്കായാലും എനിക്കെന്തെങ്കിലും പറ്റിയാലേ എനിക്കതിൻ്റെ വേദന അറിയാവും. സത്യം. അത് മനസ്സിലാക്കുന്നത് ബാക്കിയെല്ലാവരും മനസ്സിലാക്കി പ്രതികരിച്ചിരുന്നു. ഇല്ലെങ്കിൽ ഈ കേരളം ഫുള്ളൊന്ന് പ്രതികരിച്ചാൽ അത് പോട്ടെ, എല്ലാം വിടാം. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരും എന്ത് ചെയ്തു? അവർക്ക് പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല? പിന്നെ എന്തിന് നമ്മൾ അവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്നു? ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയാണ് കേരളപ്പുറം. ഇതിൻ്റെ കൂടെ അതൊന്നും നിങ്ങൾ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല കേട്ടോ. അത്രയ്ക്കും ഉണ്ട് കഥകൾ.
അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്.